ഹായ് ഗുരുഹരെ, ഹായ് പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് മഴ കാരണം അവധിയായിരുന്നല്ലേ? എൻ്റെ കൂട്ടുകാരൊക്കെ അവധി സമയങ്ങളൊക്കെയും വീട്ടിൽ നിന്ന് പഠിച്ചല്ലേ? അവസരങ്ങൾ കിട്ടുന്ന ഒന്നും നഷ്ടപ്പെടുത്താതെ അതൊക്കെ ഉപയോഗിച്ചു എന്നാണ് എൻ്റെ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ പെരുമഴക്കാലത്ത് നമ്മെ വേദനിപ്പിക്കുന്ന പല വാർത്തകളും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മണ്ണിടിച്ചിലും പ്രളയവും ചുഴലിക്കാറ്റും എന്നുവേണ്ട പ്രകൃതി ദുരന്തങ്ങളുടെ ഇക്കാലത്ത് നമുക്ക് നമ്മുടെ പ്രാണനാഥനിൽ നാം ആശ്രയിക്കുമ്പോൾ നമുക്കും നമ്മുടെ രാജ്യത്തിനും കർത്താവ് കാവലായിരിക്കട്ടെ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ പാരിലൻ പ്രിയ. നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം നിന്തിരുമാർവിൽ ചാരുമ്പോഴെല്ലാം ആശ്വസിക്കുമോ ആശ്വസിക്കുമോ? ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ പാരിലൻ പ്രിയ. എളിയവർ തൻ മക്കൾക്ക് ലോകമേതും അനുകൂലമല്ലല്ലോ നാഥാ. എളിയവർ തൻ മക്കൾക്ക് ലോകമേതും അനുകൂലമല്ലല്ലോ നാഥാ. വലിയവനാം നീ അനുകൂലമാണ്, ബലവും മഹിമയും നീതാൻ. വലിയവനാം നീ അനുകൂലമാണ്, ബലവും മഹിമയും നീതാൻ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ പാരിലൻ പ്രിയ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഭക്തന്മാർ എഴുതിയ പാട്ടുകളൊക്കെ എത്ര ആശ്വാസകരമായതാണല്ലേ? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടെന്നോടും എൻ്റെ കാതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. പലരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖത്തിൽ അവർ മനസ്സ് കൊണ്ട് പാടുന്നത് ഇങ്ങനെയാണ്. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ കാതം ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും ഞാൻ അവനെ സ്നേഹിക്കുന്നു. അത്രക്ക് രുചിച്ചറിയാൻ പറ്റിയ ഒരു സ്നേഹിതനാണ് നമ്മുടെ കർത്താവ്. ഈ ദിവസങ്ങളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള പലരുടെയും വിയോഗ വാർത്ത കേൾക്കുവാനും അതിൽ പങ്കെടുക്കുവാനൊക്കെ നമുക്കിടയായി. പല പ്രായത്തിലും പലവിധമായ രോഗത്തിലും മാറ്റപ്പെട്ട ആ പ്രിയപ്പെട്ടവരുടെ ദുഃഖിതരായ കുടുംബങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുവാനും അവരെ ചെന്ന് കാണുവാനും ആശ്വസിപ്പിക്കാനും ദൈവം അധികമായിട്ട്
നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വാക്യം റോമർ 12:15-16. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. റോമർ 12:15-16 വാക്യം. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. നാമും അനുദിനം ദേഹം ആത്മാവ് സമ്പൂർണമായി കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കി കാത്തിരിക്കുന്നതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവ് ആസന്നമായി അല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ മരിച്ചു, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പിന്നെയും പറയുന്നു, ഞാൻ ദിവസം തോറും മരിക്കുന്നു. നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും പ്രത്യാശയിൽ വർദ്ധിച്ച് നമുക്ക് ഒരുങ്ങി നിൽക്കാം നമ്മുടെ കർത്താവിനായി. കാഹളം മുഴങ്ങും, മരിച്ചോരുയർക്കും, മരണവും മാറി ഞാൻ ജീവനിൽ വാഴും. കാഹളം മുഴങ്ങും, മരിച്ചോരുയർക്കും, മരണവും മാറി ഞാൻ ജീവനിൽ വാഴും. അഴിയുമെന്തേകം പുഴുതിന്നാലും, അഴിയുമെന്തേകം പുഴുതിന്നാലും, അഴിയാ മഹത്വത്തിൽ തേജസ്സിൽ വാഴും, അഴിയാ മഹത്വത്തിൽ തേജസ്സിൽ വാഴും. വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലവും തീർത്തിടുവാൻ. വരുമൊരു നാൾ. God bless you.